Yo, what's up guys and welcome back to Please Canada. നമ്മുടെ പരിപാടി എന്തായാലും ഇന്ന് ചെറിയ സ്കാനിങ് നമ്മുടെ 8ാം മാസം കഴിഞ്ഞ് 9ായിട്ട് കയറി നമ്മള്. അപ്പൊ 9ായിട്ട് കയറി അതിന്റെ സ്കാനിങ്ങിലാണ് കേസ് ഉള്ളത്. നമുക്ക് സ്കാനിങ് വന്നിട്ട് 2:45 നമ്മൾ എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? 15 മിനിറ്റ് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. സംഭവം ഇവിടെ വെള്ളം കുടിക്കണം, ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ. സംഭവം ഇവിടെ സമ്മർ ഒക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പോഴും 17 ഡിഗ്രി ആണ്. നല്ല സണ്ണിയാണ് പുറത്ത്, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാരണം 17 ഡിഗ്രി ആ ഒരു ലെവലിലാണ്. അപ്പൊ നമ്മള് സ്കാനിങ് ആണ് ഇന്ന് പോകുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ വേറൊരു പരിപാടി ഈ സീസണിലെ എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് നമ്മൾ പറയുന്നില്ല, അപ്പൊ നമുക്ക് സ്കാനിങ്ങിന്റെ അവിടെ ഈ പ്രാവശ്യം വേറെ ലൊക്കേഷനാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ചെക്കനെ ഞങ്ങള് കണ്ടു കേട്ടോ. ചെക്കന്റെ കയ്യ്, കാല്, ഹാർട്ട്, തല ഒക്കെ കണ്ടു. പക്ഷെ മുഖം മാത്രം ഹി വാസ് ഇൻ എ ട്രിക്കി പൊസിഷൻ എന്നൊക്കെയാ പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും മുഖം കാണിക്കാറില്ല. ഒരിക്കലും. അതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് ആദ്യമേ തുടങ്ങിയപ്പോ തന്നെ സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ പുള്ളിക്കാരിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്റെ ഇടയ്ക്ക് എന്റെ ഫോൺ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോ കൊച്ചു ട്രിക്കി പൊസിഷനിലാണെന്ന് പറഞ്ഞു. അതായത് തല താഴെയാണെന്ന് അവരും പറഞ്ഞു. നല്ല ചവിട്ടുന്നു. ഭയങ്കര എന്നോട് ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോ എന്താണ് ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ തല തിരിക്കൂല. അങ്ങനെ കൈയൊക്കെ ഏതോ സ്ഥലത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച്. അതെ, കാലൊക്കെ കണ്ടു. ഞങ്ങളെ ഫുട്ടും കാലൊക്കെ കാണിച്ചു തന്നു. ഹാർട്ട്, തല ഒക്കെ കണ്ടു. കൈയൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക്. ഫേസ് മാത്രം കാണിക്കില്ല. അങ്ങനെയാണ്. അപ്പൊ ആ സ്കാനിങ് കഴിഞ്ഞു, സെറ്റ് ആയിരുന്നു. ഇനി 3 ദിവസം കൊണ്ട് ഡോക്ടർക്ക് ഇവരുടെ റിപ്പോർട്ട് അയക്കുന്ന പറഞ്ഞത്. അപ്പോയിന്റ്മെന്റിൽ കാര്യങ്ങൾ പറയും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, 2:45. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എവിടെയാണെന്ന്? ഓസ്മോസ്. പിന്നീട് തറവാട്. ഓസ്മോസിൽ പോയി ഫുഡ് കഴിക്കാൻ. ഓർഡർ ചെയ്തേ നമ്മള് റെഗുലർ ബീഫ് ആണ് ഓർഡർ ചെയ്തത്. നമുക്ക് കിട്ടിയത് ലാർജ് പാസം. ഓസ്മോസ് സൗത്ത് എൻഡിലെ നമ്മളോടുള്ള പാസം. നമ്മുടെ സ്വന്തം ഷോപ്പാട്ടോ. നമ്മുടെ ബയ്യാണ് അപ്പുറം വെക്കുന്നത്. നമ്മുടെ സ്വന്തം ഷോപ്പാണ്. യെസ്, ഞങ്ങളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ഷോപ്പ് അല്ലേ. ഞങ്ങൾ കഴിച്ചിട്ട് കാണാം അല്ലേ. അപ്പൊ എന്താ നീ അങ്ങനെ നമ്മളൊരു ബബിൾ ടീ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഷഡ്ബറിയുള്ള ഒരു കിടിലൻ സ്ഥലമാണ് പ്രസോറ്റി. ഭയങ്കര വൈബാട്ടോ ഇവിടെ. സെറ്റ് വൈബാണ്. ഇരിക്കാനൊക്കെ നല്ല സെറ്റ് ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടിലിനാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോന്നും ട്രൈ ചെയ്തിട്ടു. അത് ലാസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തതാണേ. വൻ വിജയമായിരുന്നു. അങ്ങനെ നമ്മളത് വീണ്ടും മേടിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഒരു മെയിൻ സാധനമാണല്ലേ ഈ ചൂടത്ത്. ഒരു ചിയേഴ്സ് അടിച്ചാ. യെസ്, ഒറ്റ ആക്കാല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ, ബാക്കിലും ഇരിക്കാം. ഇത് ഹാൻഡിക്യാപ്റ്റിന്റെ ആട്ടോ, ഈ ബൈക്കാ. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം. സെറ്റ്. നിങ്ങൾ ഭയങ്കര മാച്ചിങ് ആണല്ലോ. നമ്മളൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഒരു സ്റ്റെബിലിറ്റി ബോൾ വാങ്ങിച്ചായിരുന്നേ, എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ അത് നമ്മള് ഷിഫ്റ്റ് ചെയ്തപ്പോ കാറ്റ് മാറ്റി, പിന്നെ അത് റെഡി ആയില്ല. ഇത് അടിപൊളിയാട്ടോ. ഇത് റിബോക്കിന്റെ ആണ്. ഇൻബിൽറ്റ് പമ്പൊക്കെ ഉള്ള, ഇതിന്റെ അകത്ത് തന്നെ പമ്പൊക്കെ ഉള്ള സാധനമൊക്കെയാണ്. അപ്പൊ ഗൈസ്, കാറ്റൊക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കും. അപ്പൊ ഇതൊന്നല്ല സർപ്രൈസ്. ഞങ്ങൾ ഈ വെയിലാറി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വലിയ സർപ്രൈസ് ഒന്നുമല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ വെയിലാറി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിടുകയാണ്. എന്നാ പിന്നെ വേഗം അടിച്ചോ ഗൈസ്. അപ്പൊ നമ്മൾ ആ സർപ്രൈസ് പൊട്ടുകയാണ്. നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ഫിഷിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സീസണിലെ ഫസ്റ്റ് ഫിഷിംഗ് ആട്ടോ. നമ്മളത് ആ ഹൈവേന്ന് പൊട്ടിച്ച് നേരെ നമ്മൾ അസിൽഡായിട്ട് കയറുന്നു. നമ്മുടെ എല്ലാ കൊല്ലത്തെയും
മെയിൻ സ്പോട്ടായ നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് അധികം ഗേസ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. സാധാരണ നമ്മള് റമാക്കോസ് എന്നൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഡോളറാമയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കാരണം ഞാൻ മാത്രമേ ഫിഷിംഗ് ഉള്ളൂ. നമ്മൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഞങ്ങള് അതും ഓരോടെ ഉണ്ട്. ഒരു വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. മൊത്തത്തില് കുറച്ച് സാധനം ഡോളറാമയിൽ വാങ്ങിയിട്ടുണ്ട്. ക്വാളിറ്റി കുറച്ച് കുറവാണ് കമ്പയറിംഗ് വിത്ത് റൊമാക്കോസ് ആൻഡ് ഓൾ. ബട്ട് എന്താ പറയാ, കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ നമ്മള് ഫിഷിങ്ങിന് പോവാണ്. സ്പോട്ട് എത്തുമ്പോ നമുക്ക് കാണാം. അങ്ങനെ മീൻ പിടിക്കാൻ റെഡിയായി. ഇച്ചിരി ക്ലൗഡി ആണല്ലേ അച്ഛാ? യെസ്, ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. അടിപൊളി. വലിയ ദൂരമൊന്നും പോയില്ലെങ്കിലും അതെ, എന്നാലും ഒരു രസമല്ലേ, നല്ലൊരു ക്ലൈമറ്റും. അവിടെ നിന്ന് സൂര്യൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മറഞ്ഞിരിക്കുവാണ്, എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടല്ലേ ചായ. സൂര്യൻ ഒരു ഇത്തിരി തെളിഞ്ഞു ഗായ്സ്. എവിടെ? ഓറഞ്ചിൻ്റെയാ? അല്ല മറ്റേതല്ലേ? ആ, അതിൻ്റെ താഴെ. അതിപ്പോൾ എങ്ങനെ കാണുക? സൂം ചെയ്ത് നോക്കട്ടെ. ആ, അതാ എന്തോരം ഇതാ സീ പ്ലെയിനാണ് കിടക്കുന്നതെന്ന് കണ്ടോ? ഇത് പ്രൈവറ്റാ അല്ലേ ചായ? അങ്ങനെയല്ലേ ചായ പറഞ്ഞേ? നല്ല രസമുണ്ട്, ഒരു ക്ലൈമറ്റ്. ആ, കാണാൻ പറ്റും, അടുത്ത് കണ്ടു. ഞാൻ ആവേശത്തോടെ എറിയുകയാണ്. അത്യാവശ്യം കൊതുകൊക്കെ വന്നു തുടങ്ങി. വേറെ ആരും ഇല്ല കേട്ടോ. സാധാരണ ഈ സമയമാകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്നതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ചെറിയ ക്ലൗഡി ആയതുകൊണ്ടാണ് തോന്നുന്നു ആരും വരാത്തല്ലേ. ഞാനൊരു ബൈറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ, കുഴപ്പമില്ലല്ലോ ചായ. ഈ വർഷത്തെ ഫസ്റ്റ് ഫിഷ് ചെറുതാണ്, പക്ഷെ റിലീസിംഗ് സൈസ് ഒന്നുമല്ല. യെസ്, അടിപൊളി. നിർത്തൂല്ലേ? നിർത്താം. ഞങ്ങൾക്ക് ആ ഒരു ഫിഷേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് ലൈറ്റും ഇല്ല. ലൈറ്റൊക്കെ പോയണ്ട. ഭയങ്കര വേവിയാണ്. ഭയങ്കര വെള്ളം, ഭയങ്കര വേവിയാ. കാണിച്ചു തരാം. ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ആ കിട്ടിയ മീനെ വെച്ച് ഞങ്ങൾ സന്തോഷത്തോടെ പോവാണല്ലേ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫിഷിങ്ങിൽ നമുക്ക് മീൻ കിട്ടിയല്ലോ, കിട്ടാതിരുന്നല്ലോ. ഭയങ്കര ആഴ്ചയൊക്കെ ഫസ്റ്റ് 2-3 ഫിഷിങ്ങിലൊന്നും മീനേ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഞാനും അണ്ണനും പോയതൊക്കെ ഓർമ്മയുണ്ടോ? മീനേ കിട്ടിയിട്ടില്ലായിരുന്നു. ചെറുതാണെങ്കിലും ഞങ്ങൾ ഇന്ന് പോയി പൊരിച്ചു തിന്നാൻ പോവാണ്. പൊരിച്ചു തിന്നാനുള്ള ഒരു പൈക്ക് പൊരിച്ച അടിപൊളിയായിട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ഇത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ നല്ല അടിപൊളി ആക്ടിവിറ്റീസും എല്ലാം സെറ്റപ്പായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. യെസ്. അപ്പോൾ സൈനിങ് ഓഫ്, ബോണി, ലിൻഡ. ബൈ.